ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളൊരു കുട്ടി വ്ളോഗ് എടുക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കുകയാണ്. ഇന്ന് പുറത്ത് പോകണമെന്ന് ഇന്നലെ രാത്രിക്കേ പറഞ്ഞെല്ലാം സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് കിടന്നതാണ്. ഞാൻ രാവിലെ അപ്പനെയും കുഞ്ഞിനെയൊക്കെ ഉണർത്തിയിട്ട് കുളിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ കുളിച്ചിട്ട് വന്നപ്പോൾ എന്താ കാഴ്ചയെന്ന് കാണിച്ചു തരാം. ഞാൻ എപ്പോൾ റെഡി ആവാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന ആളാണേ. അപ്പോട്ടിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. മണന്നിരുന്ന കുട്ടിയെ പറഞ്ഞ് അപ്പനും പറഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിനെയും കുത്തിപ്പൊക്കൽ. ഇറ്റ്സ് എ ബിഗ് ടാസ്ക്. അപ്പോൾ രണ്ടുപേരെയും കുത്തിപ്പൊക്കി റെഡി ആക്കിയിട്ട് നമുക്ക് പുറത്ത് പോകുന്ന വീഡിയോ എടുക്കാം. അമ്പൂസിന്റെ നീരാട്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കണി 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 അമ്പുന്റെ കൊട്ടിച്ചിട്ട് കൊണ്ട് തലച്ചു വേണോ അവേ? ഓ എന്നാപ്പാ മരുന്ന് വെച്ചിണ്ടായോ? തല തോർത്തിന്റെ കത്തി ഞങ്ങൾക്ക് കുളിക്കാൻ വഴക്കില്ല, ഒന്നും വഴക്കില്ല. ഞങ്ങൾക്ക് പക്ഷെ തല തോർത്താൻ പാടില്ല അല്ലേ? അമ്പൂന് നമുക്ക് ഡീറ്റിൽ കൊടുക്കണം. രാവിലെ ഉറങ്ങിക്കിടന്ന് എന്നെയും അമ്പൂനെ കുത്തിപ്പൊക്കിയിട്ട് പിന്നെ എവിടെയെങ്കിലും പോണെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പനും മോക്ക് വെച്ചിട്ട് ഉറക്കം കൂടുതലാ. രാവിലെ ഞാൻ നേരത്തെ എണീറ്റത്. അതാ എണ്ണീറ്റായിരുന്നു, അത് ഞാൻ പറഞ്ഞായിരുന്നു. എണ്ണീറ്റിട്ട് കിടന്നത് എണ്ണിപ്പിച്ച് നിർത്തിയിട്ടാ ഞാൻ പോയത് രണ്ടിന്. രാവിലെ ഞാൻ അമ്പൂ നല്ല ഉറക്കായിരുന്നു. എന്നാ സുഖമായിരുന്നു. എല്ലായിടത്തേ അതുകൊണ്ട് നിന്റെ അമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാവും? ഇല്ല തീരെ മനസ്സിലാത്തില്ല. എനിക്ക് അത് ഉറങ്ങുന്നത് ഇഷ്ടമല്ലല്ലോ. രാവിലെ നിന്റെ അമ്മ വന്ന് നമ്മളെ രണ്ടിനെയും കുത്തിപ്പൊക്കിയടാ. ഞാൻ അമ്പൂനെ തിരിച്ചിടാൻ പോവാണ്. ക്യാമറ ക്ലോസ് ചെയ്യൂ. അപ്പാട് പറഞ്ഞു പാമ്പേഴ്സ് എടുത്തോണ്ട് തരാൻ. ഞങ്ങൾക്കൊരു പാമ്പേഴ്സ് ഇട്ടുണ്ട് വരോ, ഞങ്ങൾക്കൊരു മാമിപ്പൊക്കെ പാൻസ് ഇട്ടുണ്ട് വരാമോ? ഓഹോ മാമിപ്പൊക്കെ പാൻസ് ഇതിൻ്റെ അകത്തായിരുന്നു. ഇതിനകത്ത് വെച്ച് നിങ്ങളെല്ലാം മാറ്റി. പക്ഷെങ്കിലും എനിക്കറിയാം ഓക്കെ മാമിപ്പൊക്കെ പാൻസ്. ഓഹോയ് എന്നെ നോക്കുന്നേ? എന്നെ നോക്കുന്നേ അമ്പു? ഞാനല്ല വെച്ചത്, പിന്നെ യാതൊരു മൈൻഡ് ഇല്ല. ടാറ്റ കൊണ്ടോ? മമ്മി ടാറ്റ കൊണ്ടുപോകത്തില്ല. പക്ഷെ കുഞ്ഞു കൂടെ പറഞ്ഞെങ്കിൽ മമ്മായിടെ വേണമല്ലോ. അമ്പു ഇന്നോട് ഇന്നൊരു സങ്കടം എന്നാ? ടാറ്റ പോയില്ലേ? അപ്പൊ ഞങ്ങൾക്ക് സങ്കടം. സങ്കടം എന്താണ്? ചക്കടക്ക് സങ്കടം എന്താടാ? സത്യം പറഞ്ഞാൽ അമ്പൂന് ഉറക്കം വരുന്നുണ്ട്. ഒരു കാര്യം അറിയോ അമ്പു? എനിക്ക് തോന്നുന്നു ഒരു സമയം തൊട്ട് അറിയല്ലേ ഒരു സമയം തൊട്ട് അമ്പൂക്ക ഇനി പറയാൻ സമ്മതിക്കത്തില്ല. ഓക്കെ മരുന്ന് വെച്ച ജ്യൂസ് കുടിച്ച അതല്ലേ മരുന്ന് കുടിക്കുന്ന കുട്ടിയെ. ഗുഡ് നിങ്ങൾ ഗുഡ് ഗേൾ അല്ലേ പപ്പ? പപ്പാട് പറ മരുന്ന് തരാൻ പറ, പൊട്ടിച്ചു തരാൻ പറ. പൊട്ടിക്ക, അവൾ അടുത്ത കരച്ചിൽ കയറുന്നതിന് മുമ്പ് തറയിലിട്ട് പൊട്ടിച്ചാലോ? സത്യം പോരാ. ജ്യൂസ് റെഡി, ജ്യൂസ് റെഡി, ജ്യൂസേ ജ്യൂസേ ജ്യൂസേ. ഉടുപ്പിടുന്നതിന് മുമ്പ് അമ്പുവിന്റെ നല്ല ടേസ്റ്റ്. തന്നെ കൊച്ചുവാണോ? മിടിക്കുകയാണോ? പതുക്കെ വലിക്കേ, തലകൊണ്ട കേറുമില്ലെങ്കിൽ. സൂപ്പർ. D3 അവള് നല്ല അടിപൊളിയായിട്ട് കുടിക്കാൻ കഴിച്ചു. നല്ല ടേസ്റ്റാ. ഞാനും കുടിച്ചു നോക്കി. അമ്പൂന്റെ ഓൾമോസ്റ്റ് എല്ലാ മരുന്നുകളും എല്ലാ ആഹാര സാധനങ്ങളും ഞാൻ കഴിച്ചു. സാധാരണ അമ്മമാരാ ഇപ്പൊ കുറുക്കുണ്ടാക്കിയാലും എല്ലാം കുടിക്കുന്നേ. ഇവിടെ നേരെ തിരിച്ചാ. ഇല്ല ഞാൻ കഴിച്ചു നോക്കും കേസ്. നമ്മൾ കഴിച്ചു നോക്കണം. കുഞ്ഞിന് കൊടുക്കുന്ന ഫുഡ് എന്തായാലും നമ്മളത് എന്ത് ഫുഡ് നല്ല മരുന്നായാലും നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എല്ലാം ചക്കരെ ഗൈസ്. അപ്പൊ പൊന്ന അമ്പൂനെ റെഡി ആക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് തേച്ച് നനച്ച് കുളിക്കണം ഗൈസ്. ഒന്ന് റെഡി ആവണം. സമയം ഭയങ്കരമായിട്ട് പോകുന്നു. അമ്പേ അപ്പൊ കുച്ചിട്ട് വരട്ടെ? ഗൈസ് പുറത്ത് തുണി കിടക്കുന്ന കാരണം പൊന്നാക്ക് ഒരു മനസ്സമാധാനം ഇല്ല. അതെങ്ങനെങ്കിലും ഒന്ന് ഉണക്കി എടുത്താൽ മതി.
നമ്മുടെ കഴിഞ്ഞ വ്ലോഗിനകത്ത് ഇത് തന്നെയായിരുന്നു പ്രശ്നം, തുണി പ്രശ്നമാണ് ഗൈസ്. മൊത്തത്തിൽ വെയിലില്ല, കാരണം ഈ മഴ ഇടയ്ക്ക് പെയ്ത് കാരണം വെയിലില്ലായിരുന്നല്ലോ. അങ്ങനെ നനച്ച തുണികളെല്ലാം ലോഡാ, അപ്പം നനഞ്ഞ് കിടക്കുക. അപ്പൊ അതെല്ലാം ഇനി വെയിലത്തിട്ട് പൊന്നെ ഉണക്കി എടുക്കണം, എങ്കിലേ പൊന്നെ ഒരു സമാധാനം കിട്ടത്തുള്ളൂ. അപ്പൊ എന്തായാലും ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ലൊരു ബ്ലോക്കിലായിരുന്നു ഇത്രയും നേരം. അപ്പൊ വന്ന വഴിക്ക് ബാങ്കിലൊക്കെ ഒന്ന് കയറി ഗൈസ്. പക്ഷെ അമ്പു ഭയങ്കര നിർബന്ധം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മള് വണ്ടി ഒരിടത്ത് ഒതുക്കി ഇട്ടേക്കോ വെയില് കാരണം. അമ്പു ഭയങ്കര അമ്പുവിന് സത്യം പറഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഒരു മൂഡില്ല ഗൈസ്. ഇങ്ങോട്ടും പോകാൻ ഒരു മൂഡില്ല. ഭയങ്കര മൂടായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ അമ്പുവിന്റെ മൂഡില്ല. ഏത് മൂഡ് അമ്പു, നീ ഏത് മൂഡ്? ഇപ്പൊ ഉറക്കം മൂട്. ഗൈസ് അപ്പൊ നമുക്കിനി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ നമ്മളിപ്പോ ആദ്യം പോകാൻ പോകുന്ന പറഞ്ഞാൽ ഇവിടെ ഒരു പുതിയൊരു മേള വന്നിട്ടുണ്ട് ഗൈസ്, ഒരു ലാഭമേള. അല്ലേ പിന്നെ നമ്മൾ രണ്ടു വന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ കാണാൻ വേണ്ടി മാത്രമല്ല ഗൈസ്, നമ്മൾ കുറച്ച് സാധനങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ മേടിക്കാം. പത്തനംതിട്ടയിൽ ഇത് വന്നിട്ടുണ്ടെന്നുള്ളത് അറിയാത്ത പത്തനംതിട്ടക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങാൻ കേട്ടോ, കാരണം നല്ല ലാഭമുണ്ട്. വന്ന സാധനങ്ങൾ മേടിക്കണം ഗൈസ്, സാധനങ്ങൾ മേടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതുപോലെ നല്ല റേറ്റ് കുറവ്, എല്ലാത്തിനും ഭയങ്കര റേറ്റ് കുറവാണ് ഗൈസ്. അപ്പൊ നല്ല അഫോർഡബിൾ റേറ്റ്, അഫോർഡബിൾ നല്ല പറയണ്ട, അതിലും താഴെ. അപ്പൊ നമ്മുടെ പത്തനംതിട്ടയിലുള്ള ആരെങ്കിലും അറിയാത്തവരെ കാണാൻ ചാൻസ് കുറവെങ്കിലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്നോ. ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് വാരി എടുക്കാൻ പറ്റും, അത്രയ്ക്ക് എന്താ പറയണ്ടേ, പ്രൈസ് കുറവാ. ഇഷ്ടംപോലെ സാധനമുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2-3 വട്ടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ നമുക്ക് അറിയാലോ, കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ അവർക്ക് തിരക്കിനിടയിൽ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അപ്പൊ അത് കാരണം നമ്മൾ കുറച്ച് സാധനങ്ങളെ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുമോ നോക്കാം, ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാം. എന്നിട്ട് വേറെയും കുറച്ച് ഷോപ്പിങ്ങും പരിപാടീസ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ട് പോകാം. ഇത് മാത്രമേ ഉള്ളൂന്നായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏത് ദിവസം വന്നാലും തിരക്കാം. പുറത്തൊക്കെ ഓട്ടോക്കാരൊക്കെ കട്ട വെയിറ്റിംഗാ, കാരണം ഇറങ്ങുന്ന കസ്റ്റമേഴ്സിനെ കിട്ടുമല്ലോ. അമ്പൂട്ടൻ നല്ല നിർബന്ധം തുടങ്ങിയിട്ടുണ്ട്. നമ്മള് കഴിഞ്ഞോട്ട് ഇവിടുന്ന് ഓട്ടോയ്ക്ക് സാധനം കൊണ്ടുപോയേ, അതെ, ഭയങ്കര റേറ്റ് ആയിരുന്നു. ഇവിടെ എന്തോ ഇങ്ങനെ തിരക്ക്, എപ്പോഴും നല്ല തിരക്കാണ്. കുഞ്ഞുങ്ങളൊക്കെ കുറെ ഉണ്ട്. എല്ലാരും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇടദിവസം വരാൻ വേണ്ടി ഇരുന്നാണ്, നമ്മളെ പോലെ തന്നെ. ഐസ്ക്രീം വണ്ടി ഉണ്ട്, ഐസ്ക്രീം കഴിക്കുന്നു. ഇവിടുത്തെ പാർക്കിംഗ് ആണ് ഒരു ഇച്ചിരി ബുദ്ധിമുട്ട്, കാരണം ഭയങ്കര കൺജസ്റ്റഡാ. വണ്ടർലയിൽ പോകുന്ന പോലെ ആൾക്കാർ ഇങ്ങനെ വണ്ടിയും കൊണ്ട് സാധനങ്ങൾ അവർക്ക് ലോഡ് വന്നിട്ടുണ്ട് കേട്ടോ. അതോ അവിടെ കസേരയൊക്കെ. ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത സ്ഥലമാണ് ഗൈസ്, അടിപൊളി. ഇത് കണ്ടോ ഗൈസ്, എനിക്കൊരു അബദ്ധം എടുത്ത വളരെ ഗ്ലാസ് കൂടി. നല്ല അടിപൊളി ഏരിയ ആണ് ഗൈസ്. അപ്പൊ നമ്മള് ഡോർ തുറന്ന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ മിക്കവാറും നമ്മള് ചള്ളക്കത്താവും. അപ്പൊ എന്തായാലും സൂക്ഷിച്ചും കണ്ട് നടിപ്പുറത്ത് ഓടയും. നമുക്ക് സൂക്ഷിച്ചും കണ്ടും വേണം പിന്നെ കൊണ്ട് ചള്ളയാ, പക്ഷെ എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോട്ടിൽ ഓൾറെഡി നിർബന്ധം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. നല്ല കട്ടച്ചെളിയാ. ഡോറ് തുറന്നു വെക്കുമ്പോ എന്തായാലും നമുക്കിവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് അകത്തോട്ട് പോകാം. ഇനി അകത്ത് പോയിട്ടുള്ള പരിപാടീസ് ആണ് ഇനി വൺ ചടങ്ങ്. കാരണം കുഞ്ഞിനെ കൊണ്ട് നിന്ന് തിരിയാനും പറ്റത്തില്ല. പിന്നെ ബിൽഡിംഗ് ഒക്കെ ഭയങ്കര ചടങ്ങാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ബിൽഡിങ്ങിന് ചിലപ്പോൾ കുഞ്ഞ് കയ്യിലുള്ളത് കാരണം നമുക്ക് നേരത്തെ ബില്ലടിക്കാൻ പറ്റുമായിരിക്കും ഗൈസ്. അപ്പം നമുക്ക് അകത്തോട്ട് പോകാം. നല്ല കൊട്ട പേര്, നമ്മൾ കുട വണ്ടിക്കകത്തുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കയ്യിലെടുത്തില്ല, കാരണം കുടയെല്ലാം കൂടെ ചടങ്ങാണ്. അപ്പോൾ നമുക്കിനി അകത്ത് കയറിയിട്ട് ആദ്യം അകത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് വേണം ഗൈസ് നമുക്ക് സാധനങ്ങൾ എടുക്കണോ വേണ്ടായോ അത് പോയിട്ട് പിന്നെ വരണോ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്.
ഗൈസ് അപ്പോൾ നീണ്ട കുറെ സമയങ്ങൾക്കൊടുവിൽ നമ്മൾ ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ വണ്ടിക്കകത്ത് കയറിയിരുന്നു ഗൈസ്. പക്ഷേ നമുക്ക് കുറഞ്ഞത് 3 മണിക്കൂർ ഗൈസ്, 3 മണിക്കൂറിന് മേലെ. അപ്പൊ നമ്മൾ പുറത്തിറങ്ങി വണ്ടി എടുത്തിട്ട് പോലും നമുക്ക് പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. ഇനി എന്ത് ഈ വണ്ടി ഇറക്കും, അവര് സാധനം ഇറക്കും. അപ്പം അമ്പുവേ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നമുക്ക് എവിടെ തണൽ വെള്ളെടുത്ത് കുറച്ച് നേരം ഇട്ടിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം ഗൈസ്. അലങ്കാറിലോട്ട് പോവാം. നമ്മള് സ്മാർട്ടിൽ പോകുന്ന കാര്യം നമ്മള് ക്യാൻസൽ ചെയ്തു ഗൈസ്. കാരണം എന്നാടാ എന്നാപ്പാ പോയി എന്നാ ഗൈസ്. അപ്പൊ നമ്മള് സ്മാർട്ടിലോട്ട് പോയി. നമ്മള് നേരെ അലങ്കാറിലോട്ട് പോയിട്ട് കുറച്ച് സാധനങ്ങൾ അമ്പൂന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് ഫ്രൂട്ട്സ്, അതായത് കുറച്ച് ഫ്രൂട്ട് അത് എടുത്തിട്ട് വേറെ എവിടെയും പോകണ്ടോ? നമ്മുടെ പ്ലാനിങ് കുറച്ച് തെറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് സമയം കിട്ടില്ല. അപ്പൊ എനിക്ക് വൈകുന്നേരം ജിമ്മിലൊക്കെ ഒന്ന് പോകണം. അപ്പം അത് കാരണം നമ്മൾ അലങ്കാരം കയറിയിട്ട് ഓൾമോസ്റ്റ് വേണ്ട എന്നിട്ട് നമ്മൾ വീട്ടിൽ പോകും. ഓക്കെ, ലെറ്റ്സ് ഗോ. അമ്പൂട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു അമ്പൂട്ടാ ഇന്നത്തെ ദിവസം? അടിപൊളിയായിരുന്നല്ലേ? എടി നേരെ ഇങ്ങോട്ട് നോക്ക്, ആ കാലിലിട്ടിരിക്കുന്ന സോക്സ് ഊരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. നമ്മള് 2-3 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത പുറത്തിറങ്ങണം, മേളെ പോകണത്. നമ്മളിന്ന് മെയിൻ ആയിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഒന്ന് മേളെ കയറണം, പിന്നെ അമ്പൂന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം അല്ലയോ? അമ്പൂനിപ്പോ ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തു തുടങ്ങി. ഫ്രൂട്ട്സിന്റെ ജ്യൂസ്, ഓറഞ്ചിന്റെ ഒക്കെ ജ്യൂസ്, അതുപോലെ തന്നെ ആപ്പിളും ഒരു ചെറിയ മത്തങ്ങ വാങ്ങിക്കണം കേട്ടോ. അമ്പൂരിതൊക്കെ വേവിച്ച് ഉടച്ച് കൊടുക്കുന്നുണ്ട്, അമ്പു കഴിക്കുന്നുണ്ട്. അങ്ങനെ അമ്പു വലിയ പെൺകുട്ടിയായല്ലേ അമ്പൂട്ടാ? മാത്രമല്ല എന്തോ ഡയലോഗ് പറയാൻ വന്നയാ. അലങ്കാരൊക്കെല്ലോ, അലങ്കാരത്തിൽ കുറച്ച് സാധനങ്ങൾ വരിക. സത്യം പറഞ്ഞ കുറെ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. നമ്മള് ശരിക്കും പറഞ്ഞാല് ഷാനു പറഞ്ഞ നമ്മള് വീട്ടിൽ നിന്ന് കുറെ പ്ലാൻ ചെയ്യും, വന്നിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അതായത് നമ്മൾ പുറത്തു പോകുമ്പോൾ എന്ത് വാങ്ങണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ നോട്ട് പാഡിലൊക്കെ ഞാൻ നോട്ട് ചെയ്ത് എടുക്കാറുണ്ട്. ഇന്ന സാധനം വാങ്ങണം, ഇന്ന സ്ഥലത്ത് പോകണം എന്നൊക്കെ. അപ്പൊ ഫസ്റ്റ് വന്നപ്പോ തന്നെ നേരെ ബാങ്കിലാണ് പോയത്. പക്ഷെ അവർക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ ശരിക്കും കുറെ സമയം പോയി അല്ലേ? വർക്കിംഗ് അല്ലായിരുന്നു. അപ്പൊ നമ്മള് അക്കൗണ്ട് വഴി ഇടാൻ നോക്കി. അവിടെ കുറെ ടൈം പോയി. അത് കഴിഞ്ഞ് നേരെ വന്ന് കയറിയത് മേളയില്. പിന്നെ പറയണ്ടല്ലോ, 3 മണിക്കൂർ പോയതേ അറിയത്തില്ല. മേള സത്യം പറഞ്ഞാൽ മേള ശരിക്കും പറഞ്ഞാൽ സാധനങ്ങൾ മേടിക്കാൻ ഒരു ഷോപ്പ്, ചെറിയൊരു ഷോപ്പ് തുടങ്ങാൻ, അല്ലെങ്കിൽ വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഭയങ്കര ചെറിയ കടകൾ തുടങ്ങാൻ, വീടിനോട് ചേർന്നൊക്കെ ചെറിയ കടകൾ തുടങ്ങാനോ അല്ലെങ്കിൽ കട ഉള്ളവർക്കോ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സ്പേസ്. ഇപ്പൊ ദൂരെ ഉള്ളവരാണെങ്കിൽ പോലും പത്തനംതിട്ട കൂടെ പാസ് ചെയ്യുന്നവരാരും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറുവാണെങ്കിൽ കൈ നിറയെ സാധനങ്ങളായിട്ട് വീട്ടിൽ പോകാം. അതെ, പൈസ കൊടുക്കണമേ ഉള്ളൂ. കൈ നിറയെ പൈസ കൊടുത്ത് അവർ പിടിച്ചു നിർത്തും. അല്ല, പെട്ടെന്ന് കൈ നിറയുന്ന വലിയ പക്കച്ചൊക്കെ എടുത്താൽ പെട്ടെന്ന് കൈ നിറയും. അതിനൊക്കെ 70 രൂപ 90 രൂപയൊക്കെ ഉള്ളൂ. നമ്മളിപ്പോ ഒരു ഈ വളവിടെ കയറി നമ്മൾ അലങ്കാറിലെത്തും. നമ്മുടെ തട്ടകമായിട്ടുള്ള കുറെ സ്ഥലങ്ങളുണ്ടല്ലേ? അതായത് നമ്മള് മെയിൻ ആയിട്ട് പോകുന്ന ഇടങ്ങള് എവിടെ പോയെന്ന് പറഞ്ഞാലും വേറെ എവിടെയെങ്കിലും സാധനം വാങ്ങിയാലും അലങ്കാരി വന്ന സാധനം വാങ്ങിച്ചില്ലെങ്കിൽ ഒരു തൃപ്തിയില്ല. അങ്ങനെ നമ്മൾ അലങ്കാറിലേക്ക് എത്തി. ഇവിടുത്തെ ഒരു പോരായ്മ പറഞ്ഞാൽ നമുക്ക് വണ്ടി ഇടാൻ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള സ്പേസ് ഇല്ല. അപ്പൊ നമ്മൾ കണ്ട് ഈ ലോഡ്ജിന്റെ ഫ്രണ്ടിൽ ഇടുക. അപ്പൊ ലോഡ്ജുകാർ നമ്മളോട് പറയാം വണ്ടി എടുത്തിട്ട് പോടാന്ന് പറയും. നമ്മള് നിർത്തി. നോക്കാൻ പോലും താല്പര്യമില്ല, ഒരു താല്പര്യമില്ല. അമ്പുവിന്റെ അപ്പൊ നമുക്ക് ഈ അലങ്കാരനകത്ത് കയറിയിട്ട് ശരിക്കും പറഞ്ഞാൽ കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പം സത്യം പറഞ്ഞാൽ എന്ത് എടുക്കുന്ന ഒരു പിടിയും കാണത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊന്നും ആയിരിക്കും എടുക്കുന്നത്. സാധനമൊന്നുമില്ല.
അപ്പോൾ അലങ്കാരിന് ആവശ്യമായിട്ടുള്ള സാധനമെല്ലാം മേടിച്ചു. പിന്നെ അത് വണ്ടിയിലോട്ട് വയ്ക്കാൻ പോവാണേ. പിന്നെ നമുക്ക് ചിക്കൻ കടയിലോട്ട് പോകണം. ചിക്കൻ കട അവിടെ നിന്ന് യാതൊട്ട് കയറണം. അപ്പോൾ ഞാനും നോക്കി പിടിച്ചുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞ് പിന്നെ അത് വണ്ടിയിലോട്ട് വെക്കാൻ വേണ്ടി പോയി. Come on, Hello. ഗൈസ്, അപ്പോൾ നമ്മുടെ അലങ്കാറിലെ പരിപാടീസ് കഴിഞ്ഞ് ഇനി നമുക്ക് അമ്മാനിന്ന് ചിക്കൻ വാങ്ങണം ഗൈസ്. ചിക്കൻ നമ്മുടെ ലിസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വണ്ടി ഇരുന്നപ്പോൾ പെട്ടെന്ന് ചിക്കൻ വാങ്ങണം. ചില സാധനം ആഡ് ചെയ്യും, ചില സ്കിപ്പ് അടിക്കുന്നതിനനുസരിച്ച് എനിക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ചിക്കൻ മേടിച്ചിട്ട് പാലിയോ അങ്ങനെയാണ് ഇപ്പം വിചാരിക്കുന്നത്. ഇനി അവിടെ ചില പറയാണ് ചിക്കൻ വേണ്ട, മീൻ മതി. വേണ്ടാത്തോണ്ടായിരിക്കും. നമുക്ക് ഇവിടെ വിലയില്ലാത്ത ഭയങ്കര മറ്റേ വളർത്തുമീനല്ലേ? നമ്മൾ ചിക്കൻ മേടിക്കാൻ വന്നതാണെങ്കിൽ എല്ലാടെ കണ്ണ് ഫുള്ള് ഞാൻ മത്തി കണ്ടിട്ട് വണ്ടറായിട്ട് നിൽക്കുക. മത്തിക്ക് 360 രൂപ. നല്ല മത്തി, നല്ല ഉശരം മത്തി. ഒരു ചെറിയ ചൂരയുടെ എത്ര ഉണ്ട് മത്തിയുടെ സൈസ്. പണക്കാരൻ മേടിക്കട്ടെന്ന്. ലക്ഷറി ബ്രാൻഡ്. നമ്മളിന്ന് ഇറങ്ങിയതുകൊണ്ടാണ് ഇന്ന് ഫുള്ള് തിരക്ക്. നമ്മൾ ഇറങ്ങുന്ന സമയത്തല്ല നമ്മൾ വിചാരിക്കും റോഡിൽ ആരും കാണത്തില്ല, അങ്ങോട്ട് സൂപ്പറായിട്ട് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന്. നമ്മൾ ഇറങ്ങിയ സമയം നല്ലതാണെങ്കിലും തിരിച്ചു പോകുന്ന സമയം സ്കൂൾ വിട്ട സമയം എപ്പോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് വരാന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഇറങ്ങിയാലും തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെ പോയാലും ഒരു 5 മണി ഉണ്ടായിരുന്ന പ്ലാൻ കുറച്ച് കട്ട് ചെയ്യും, ഇല്ലാത്ത കുറച്ച് അഡീഷണൽ ആഡ് ചെയ്ത് കയറ്റും. അപ്പൊ തന്നെ സമയം പോകും അല്ലേ? പ്ലാൻ ചെയ്ത് പോകുന്നൊന്നും നടക്കാത്തത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. മുക്കാൽ കാര്യങ്ങളും നടക്കത്തില്ല. അപ്പൊ ഞങ്ങൾ അലങ്കാറിലത്തെ പർച്ചേസും കഴിഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് എല്ലാം കഴിപ്പിച്ച് പോവാ. കാരണം അമ്പൂട്ടൻ കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ അല്ല. പിന്നെ നമുക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഓക്കെ ആയിട്ടിരിക്കുന്നു. അമ്പു തന്നെ കളിയില്ല. ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. നമ്മള് അലങ്കാറിൽ നിന്ന് സാധനം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ കടയിൽ പോയി ചിക്കനും വാങ്ങി. ആ മത്തി മൊത്തം മേടിച്ച് വറുത്തിട്ട് കപ്പയും കൂടെ പുഴുങ്ങി മുളകും കൂടെ അടച്ചിട്ട് പിന്നല്ലാതെ എല്ലാവർക്കും, അതായത് മത്സ്യം കഴിക്കുന്ന എല്ലാവർക്കും ഹരമാണ് മത്തി. പിന്നെ എനിക്ക് പിന്നെ മീനോട് വലിയ നിങ്ങളെ പോലുള്ള മുള്ളെടുക്കാൻ അറിയാത്ത ആളുകൾക്ക് മാത്രമാണ് മത്തി ഇഷ്ടമല്ലാത്തത്. മത്തിയല്ല, എനിക്ക് മീനിനോട് അങ്ങനെ വലിയ കഴിക്കാന്ന് വെച്ചാൽ മീൻ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും മീൻ കറി വെച്ച മീൻ ചാറ് കൂട്ടാൻ വറുത്ത മീൻ കൂട്ടും ഗൈസ്. സോ അങ്ങനെ പ്രോപ്പറായിട്ട് തന്നെ ആക്ഷേപിക്കരുത് നീ മീൻ കഴിക്കുന്നത്. അമ്പൂട്ടാ, നിനക്ക് എന്താ പറയാനുള്ള ഇന്നത്തെ യാത്രയെ കുറിച്ച്? അമ്പൂട്ടന് നല്ല വിശന്നിട്ടുണ്ട്. അമ്പൂഷൻ ഒന്നും സമ്മതിക്കുന്നില്ല. അമ്പൂഷൻ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടോ റോഡ്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ റോഡ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ റോഡിന് ബുദ്ധിമുട്ടാവുന്ന എന്താ പറയാ? കണ്ടോ ഫ്രണ്ട് കാണുന്നുണ്ടോ? കണ്ടോ എടുത്തുകൊണ്ടൊന്ന് വെച്ച് തരുക. ഈ ഓട്ടോ പറയണ്ടെന്ന് വിചാരിച്ച കാരണം എല്ലാരെയും ഒരുപോലെ പറയുമല്ല. എന്നാലും ഇപ്പൊ തന്നെ ഒരു 10 വട്ടത്തിൽ കൂടുതൽ ഇപ്പൊ സഡനായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. ഓട്ടോ ചേട്ടന്മാര് എല്ലാരെയും അല്ല കേട്ടോ, കുറച്ച് പേര് സ്കില്ലുള്ള ആൾക്കാരാണ്. പിന്നെ കുറ്റമായിട്ട് കുറ്റമല്ല, കാരണം അവരില്ലെങ്കിൽ സാധാരണക്കാർക്ക് പോകാനും പറ്റത്തില്ലല്ലോ. അതാണ് നമ്മള് പറഞ്ഞത്. കുട്ടി വ്ളോഗ് ഇതാ ഇത്രേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം അല്ല 2-3 ദിവസം മുമ്പ് പ്ലാൻ ചെയ്ത സംഭവമാണ്. അപ്പം കറക്റ്റ് സമയത്ത് നമ്മൾ പോയി. അത് ഇന്നലെ രാത്രി തന്നെ നമ്മളെല്ലാം ലിസ്റ്റും ചെയ്ത് എല്ലാം തയ്യാറാക്കിയിട്ടാണ് പോയത്. അതെ, ഫൈനൽ ലിസ്റ്റും ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച, അതായത് നമ്മൾ പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങൾ നടന്നില്ല, പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഗൈസ്. അല്ലയോ പൊന്നാ? ഞാൻ എന്തായാലും മടിയായി, ഇനി ചെല്ലണം, കിടക്കണം. എനിക്ക് ജിമ്മിന് പോകണം ഗൈസ്. അപ്പോൾ
ടാറ്റ.